രശ്മിക മന്ദാന പുഷ്പ 2 ആയാലും ധാമ എന്ന് പറയുന്ന സിനിമയായാലും ഈ രണ്ട് സിനിമകളുടെയും റോസ്റ്റുകളും ട്രോളുകളും ഒക്കെ ആയിരുന്നു റീസെന്റ് രശ്മികയെ കുറിച്ചുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിൽ ഭൂരിഭാഗവും അത്തരത്തിലുള്ള ട്രോൾ മെറ്റീരിയൽ വീഡിയോസ് ആയിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ എല്ലാവരും ഒരു ആക്ടറിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം തിരഞ്ഞുപിടിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് അറിഞ്ഞ് വീഡിയോ ചെയ്യാനും ആൾക്കാർ വേണമല്ലോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് രശ്മിക മന്ദാന അഭിനയിച്ച ഫിലിമിൽ എന്താണ് ആ ഒരു ക്യാരക്ടറിന് പറ്റിയത്, രശ്മിക തന്റെ ആക്ടിംഗ് ടാലന്റ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചും കൂടി സംസാരിക്കാനാണ്. രശ്മിക കൂടുതലായിട്ടും ബോളിവുഡ്, തെലുങ്കു, കന്നഡ ഇത്തരം ഫിലിം ഇൻഡസ്ട്രിയിലാണ് കൂടുതലായിട്ടും ഫിലിംസ് ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ ആക്ട്രസ് എന്ന് വേണമെങ്കിൽ പറയാം. രശ്മിക ഏകദേശം 25ഓളം ഫിലിംസ് ടോട്ടൽ ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലായിട്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 3 സിനിമകളാണ്. പുഷ്പ 2, ധാമ, അതുപോലെ തന്നെ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഫിലിമും കൂടി നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. രശ്മിക എന്ന് പറയുന്ന ആക്ട്രസിന് സത്യത്തിൽ ഒരു ടാലന്റഡ് ആക്ട്രസ് ആണോ എന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കാൻ പോവാണ്. ആദ്യം തന്നെ പുഷ്പ 2 ക്യാരക്ടറും ധാമ എന്ന് പറയുന്ന ഈ സിനിമയിലെ ക്യാരക്ടറും നമുക്ക് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. പുഷ്പ 1 വന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ കുറച്ച് ഓവർ അല്ലേ എന്നെല്ലാവരും പറഞ്ഞു. എങ്കിൽ പോലും ഇങ്ങനെ ബിഹേവ് ചെയ്യൂ എന്നുള്ള രീതിയിൽ നോർമലി ഓഡിയൻസ് ആ രീതിയിലാണ് ആ സിനിമ കണ്ടുവിട്ടത്. പക്ഷേ സെക്കൻഡ് പാർട്ട് വന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ ആദ്യം എങ്ങനെയായിരുന്നോ അതിൻ്റെ ഒരു ഡബിൾ വെർഷൻ ആയിട്ടാണ് സെക്കൻഡ് ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ ഒരു ഓവറായി ക്രിഞ്ചായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ആ ഒരു ശ്രീവല്ലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പുഷ്പയിലെ. പുഷ്പ 2 ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു റൈറ്റർ കൺസീവ് ചെയ്തിരിക്കുന്നത് ഓവർ ദ ടോപ്പായിട്ട് ചാടി നടക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കാം റൈറ്റർ ആ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല സിനിമയിലും ഈ ക്യാരക്ടർ പോരാ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഒരു നിമിഷം നമ്മുടെ റിയൽ ലൈഫിലേക്ക് നോക്കാം. നമ്മൾ റിയൽ ലൈഫിൽ ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടേഴ്സാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. ചിലർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചിലർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഇതുപോലെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉള്ള ആൾക്കാർ റിയൽ ലൈഫിലുണ്ട്. അതേപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, അതായത് ഈ റൈറ്ററിൻ്റെ ഇമാജിനേഷനിൽ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ആ ഒരു നമ്മൾ ആ സിനിമയിൽ കണ്ട ഒരു ക്യാരക്ടർ. അതും നമ്മളെ റിയൽ ലൈഫിലുള്ള പോലത്തെ ഇതുപോലെ സർവൈവ് ചെയ്യുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് എവിടെയെങ്കിലും ഉണ്ടാവാം. പക്ഷേ നമ്മളുടെ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഈ തരം ക്യാരക്ടർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഓൾറെഡി വീക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ഓവറായിട്ടുള്ള ഒരു ക്യാരക്ടറിനെയും കൂടെ പ്ലേസ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു മൊത്തത്തിൽ ഒരു അവിയൽ വരുവായി. ആ ഒരു ശ്രീവല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് ട്രോളും ക്രിഞ്ചും അതിലെ കുറേ സീൻസും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ നെഗറ്റീവ് ഇത് വന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ രശ്മിക ചെയ്തിരിക്കുന്നത് ആ ഒരു ഓവർ ദ ടോപ്പായിട്ട് എഴുതി വെച്ച ക്യാരക്ടറിനെ അതുപോലെ തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് 1 മീറ്റർ കുറച്ച് താഴുകയോ കുറച്ച് കൂടിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. അതല്ല ആ ഒരു മീറ്ററിൽ നിന്ന് താഴെ പോയിട്ടില്ല. ആദ്യം എഴുതിയ ക്യാരക്ടറിൽ നിന്ന് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്തൊരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കാം ഈ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ രശ്മിക അത് ചെയ്തിട്ടുമുണ്ട്. ധാമ എന്ന് പറയുന്ന അതൊരു യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സിനിമയാണ്. ഈ ഒരു സിനിമ മാത്രം ഞാൻ എടുത്ത് പറയുകയാണ്. ആ ഒരു യൂണിവേഴ്സിനകത്ത് അഡാപ്റ്റ് ആവുന്ന രീതിയിൽ ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് രശ്മിക അടക്കം അതിലുള്ള മറ്റ് ആക്ടേഴ്സ് ആയാൽ പോലും ഒരു വാമ്പയർ ടൈപ്പ് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറായിട്ടാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അവരുടെ ആക്ടിങ്ങും അവരുടെ ആ ഒരു റൈറ്റിങ്ങും ഒക്കെ നമ്മളുടെ മലയാള ഇൻഡസ്ട്രി വെച്ച് നോക്കുന്ന സമയത്ത് ട്രിപ്പിൾ ടൈമെങ്കിലും ഓവറായിട്ടേ അവർ ചെയ്യുള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കുറച്ച് ബൂസ്റ്റ് ചെയ്തേ അവർ കാണിക്കൂ. കാരണം അവർക്ക് മെയിൻ പ്രയോറിറ്റി എന്നത് ബിസിനസ്സാണ്. അതിപ്പോൾ നമ്മൾ എന്ത് കാര്യം എടുത്താലും ഇപ്പോൾ ഒരു ആക്ട്രസിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ആയാൽ പോലും ആ സിനിമയ്ക്കകത്ത് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കണ്ടൻറ്റും ഓരോ ക്യാരക്ടേഴ്സ് ആയാൽ പോലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് മടിപ്പ് തോന്നാത്ത രീതിയിൽ ഒന്നെങ്കിൽ ചിരിക്കാൻ, അതല്ലെങ്കിൽ ഒരു ട്രോളായിട്ടെങ്കിൽ ട്രോളായിട്ട് ആ സീറ്റിൽ നിന്ന് എണിച്ച് പോവാതെ ഇതെന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നെയാണ് അവർ സിനിമകൾ എഴുതുന്നത്. അതല്ലാതെ ഇപ്പം നമ്മൾ സിനിമകൾ പോലെ അത്രയും സ്ലോ ആയിട്ടുള്ള സിനിമകൾ സ്ലോ ആയിട്ടും ഫാസ്റ്റ് പേസ് പോകുന്ന സിനിമകൾ ആ ഒരു രീതിയിലും എഴുതുന്ന ടൈപ്പ് അല്ല അവർ എല്ലാ സിനിമകളും അത്യാവശ്യം നല്ല ഫാസ്റ്റിലായിരിക്കും അവർ ചെയ്യുന്നത്. അതായത് അതിനകത്ത് എന്ത് കാണിച്ചാലും അതിവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഇതെന്തുവാ കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നത് ചിരിക്കുന്ന രീതിയിലാണ് അവരവരുടെ സിനിമകളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. ലോക എന്ന ഫിലിമിനെ പോലും സ്ലോ ആണ് അല്ലെങ്കിൽ ഒരു ഇഴച്ചിലുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പല കമൻസും നമ്മൾ ലോക വീഡിയോ ചെയ്തപ്പോഴൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷേ എനിക്ക് എത്രയും ഫാസ്റ്റായിട്ടാണ് ആ സിനിമ കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്രയും മൾട്ടിപ്പിൾ സ്റ്റാർസുകൾ ലോകയിൽ ആ ഒരു ക്യാരക്ടേഴ്സ് വന്നിട്ട് പോലും ആ സിനിമ വളരെ ഫാസ്റ്റായിട്ട് ഒരു ട്രെയിലറൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മാഷപ്പ് പോലെയാണ് ആ ഒരു ലോകയുടെ എഡിറ്റിംഗ് പാറ്റേൺ തന്നെ ചമൻ ചാക്കോ ചെയ്തിരിക്കുന്നത്. അത്രയും ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള സിനിമയാണ്. എന്നിട്ട് ആ ഒരു സിനിമ പോലും സ്ലോ പേസാണ്. ഇഴച്ചിൽ എവിടെയൊക്കെ ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ ഇഴച്ചിലുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കമൻറ്റുകൾ നമ്മൾ
മുമ്പ് ലോക വീഡിയോസ് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓഡിയൻസ് തന്നെ ഇങ്ങനെ പറയുന്നെങ്കിൽ പുറത്തുള്ള അത്തരത്തിലുള്ള സിനിമ കാണുന്ന ഓഡിയൻസ് അപ്പോൾ ഏത് രീതിയിലായിരിക്കും അവർ ഇത്രയും ഫാസ്റ്റ് പേസുള്ള പടം എടുത്തില്ലെങ്കിൽ പറയുക, അല്ലെങ്കിൽ അവരത് എൻജോയ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മെയിൻലി ഫോക്കസ് ചെയ്ത് സിനിമ എടുക്കുന്ന ഇതുപോലെ ഓഡിയൻസിനെ ഒരു കൊമേഴ്ഷ്യൽ ആ ഒരു ഇൻറ്റൻഷനോട് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ആ ഒരു ക്യാരക്ടറാണ് രശ്മിക താമ എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറും എങ്ങനെയാണോ അവർ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കാം രശ്മിക ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രശ്മിക എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ ആ ഫ്ലോപ്പ് അല്ലെങ്കിൽ ക്രിഞ്ച് എന്ന് പറഞ്ഞ സിനിമകളുടെ പുഷ്പ എന്ന് പറയുന്ന റെക്കോർഡ് തൂക്കിയ സിനിമയാണ്. നമ്മൾ ഓവറാണ് ക്രിഞ്ചാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ സിനിമ കളക്ട് ചെയ്യേണ്ടത് അല്ലു അർജുൻ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി അത് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ആക്ട്രസിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു നെഗറ്റീവ് സിനിമകളിൽ അല്ലെങ്കിൽ ആ മോശമായിട്ട് നമുക്ക് തോന്നിയ ആ സിനിമകളിൽ ആ ഒരു ആക്ട്രസ് ആ ഒരു രീതി പെർഫോം ചെയ്തത് എന്തുകൊണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ 2 സിനിമയുടെ കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് മൂന്നാമത്തെ സിനിമയിലേക്ക് വരാം. രാഹുൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഡയറക്ടറാണ് ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഇതിൻ്റെ പ്രൊമോഷനോ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സോ ഒരു കാര്യങ്ങളും അധികം സോഷ്യൽ മീഡിയ ചർച്ചയായിട്ടും ഇല്ല. അതല്ലെങ്കിൽ ആൾക്കാർ അധികം എനിക്ക് തോന്നുന്നില്ല മറ്റ് 2 സിനിമ ആ ഫ്ലോപ്പായി എന്ന് പറയുന്ന സിനിമകൾ കണ്ടതുപോലെ ആരും ഈ ഒരു സിനിമയും കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്കകത്ത് രശ്മികയുടെ ആ ഒരു അപ്പിയറൻസ് വൈസുള്ള ആ ഒരു ഡ്രസ്സിങ് ആയാലും ആ ഒരു സിനിമയ്ക്കകത്ത് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ പലപ്പോഴും അതൊരു പ്രൊമോഷണൽ മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ ആരും ആ സിനിമ ഒരു തംബ്നെയിൽ കണ്ടാൽ പോലും ക്ലിക്ക് ചെയ്ത് കാണാം. അതിൻ്റെ ട്രെയിലർ പോലും 2 തവണ മനസ്സ് വെച്ചായിരിക്കും കയറിയിട്ടുണ്ടാവുക. കാരണം രശ്മിക എന്ന് പറഞ്ഞ ആക്ട്രസിനെ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള മറ്റ് 2 സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മൂന്നാമത്തെ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു തോട്ടായിരിക്കും ആദ്യം ആൾക്കാരുടെ മനസ്സിൽ വരിക. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് മനസ്സിലായത്. ഈ താമ, പുഷ്പ 2 ഇത്തരത്തിലുള്ള ക്രിഞ്ച് സ്റ്റാർ എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ആക്ട്രസ് ഇൻറ്റൻഷനലി ആണ് ഇത്തരം ക്യാരക്ടറിനെ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് രശ്മിക മന്ദാന പെർഫോം ചെയ്തിരിക്കുന്ന രീതി, ആ ഒരു ക്യാരക്ടറിനെ പിടിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു മീറ്റർ ആയാൽ പോലും നമ്മൾ ഇത്രയും ഓവറാക്കി ചളമാക്കി എക്സ്പ്രഷൻ ഇട്ട് ക്രിഞ്ച് കാണിച്ച് കണ്ടിട്ടുള്ള ആക്ട്രസിൻ്റെ ആ ഒരു ആക്ടിങ് പാറ്റേൺ അല്ല ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. റൊമാൻറ്റിക് ഡ്രാമ ഒരു വിഭാഗത്തിൽ കൊണ്ട് കൊച്ചു സിനിമയാണ്. രശ്മിക ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഒട്ടും മെകളിലോട്ടും പോയിട്ടില്ല, ഒട്ടും താഴേക്കും പോയിട്ടില്ല. അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ്. രശ്മികയുടെ മറ്റ് സിനിമകളൊന്നും കാണാത്ത ഒരാൾ ഈ ഒരു സിനിമയാണ് അവർ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ കഴിവുള്ള ഒരു ആക്ട്രസ് ആണ് എന്നുള്ള ആ ഒരു തോട്ട് അവരുടെ മനസ്സിൽ വരും. കാരണം ആ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. അതിൻ്റെ കണ്ടൻറ് വൈസ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓവറോൾ സെറ്റപ്പ് വൈസ് ആയാലും ആ ഒരു സിനിമ നല്ല സിനിമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ അവർ എഴുതിയിരിക്കുന്ന ആ ഒരു ക്യാരക്ടറും ആ ക്യാരക്ടർ ഏത് മീറ്ററിൽ പെർഫോം ചെയ്യണമെന്നുള്ളതും രശ്മികയ്ക്കും അതുപോലെ തന്നെ ആ റൈറ്റർ ഡയറക്ടർക്കും കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെ ആ രീതിയിൽ പെർഫോം ചെയ്ത് രശ്മികയ്ക്ക് കൊടുക്കാൻ പറ്റിയത്. മനഃപൂർവ്വം തന്നെയാണ് ഓരോ സിനിമകളും സെലക്ട് ചെയ്യുന്നതും ആ സിനിമയിൽ ആ രീതി പെർഫോം ചെയ്യുന്നതും. കാരണം രശ്മിക ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് കിട്ടിയത് ഒരിക്കലും ഇത്തരത്തിലുള്ള ക്യാരക്ടർ റോൾസ്, അതായത് ഇപ്പോൾ ഈ ഗേൾ ഫ്രണ്ട് എന്ന സിനിമയ്ക്കകത്തുള്ള പോലെ ഒരു ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ടല്ല. നമ്മൾ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്കിന് ഇടയ്ക്കിടയ്ക്ക് അവർ ഇതുപോലെ ആയിട്ടുള്ള, അതായത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിൽ നിന്ന് പോകാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സ്, ട്രോൾ മെറ്റീരിയൽ ആകുന്ന ക്യാരക്ടേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം, അത്തരം ക്യാരക്ടേഴ്സ് ചെയ്ത് അവരെ ഓർമ്മിപ്പിക്കുകയും അതേസമയം തന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 നല്ല സിനിമകൾ, ഇപ്പോൾ സീതാരാമം ആയാലും ഈ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ ആയാലും, സീതാരാമത്തിൽ ഫുൾ ലോങ് ക്യാരക്ടർ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറിച്ച് പറയാൻ പറ്റില്ല. ഈ ഒരു സിനിമയ്ക്കകത്തൊരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടർ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ക്യാരക്ടറിനൊരു ആർക്കുണ്ട്, പല സ്ഥലത്ത് ഡിപ്പാവുന്നുണ്ട്, പല സ്ഥലത്ത് എക്സ്ട്രീം ആവുന്നുണ്ട്. അതുപോലെ ഓരോ വേരിയേഷൻസിലൂടെയാണ് ഈ ഒരു ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് രശ്മിക മന്ദാന എന്ന് പറഞ്ഞ ആക്ട്രസ് അത് തൻ്റെ കഴിവിങ്ങനെ ഇറങ്ങി ആ ഒരു ഗ്രാഫ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നത്. ഈ ഒരു ഒറ്റ സിനിമ മതി ഈ ഒരു ആക്ട്രസ് ഒരു ടാലൻറ്റഡ് ആക്ട്രസ് ആണെന്നുള്ളത് നമുക്ക് പറയാം. ദ ഗേൾ ഫ്രണ്ട് എന്ന ഫിലിമിനകത്ത് ആ ഒരു പെർഫോമൻസ് കണ്ടു കഴിയുമ്പോൾ നല്ലതുപോലെ തന്നെ അഭിനയിക്കാൻ അറിയുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ട്രസ് ആണെന്നും കൂടി മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു സിനിമയ്ക്കകത്ത് രശ്മികയെ ഒരു ഫുൾ ലോങ് ക്യാരക്ടറായിട്ട് കൊണ്ടുവന്ന് നല്ലൊരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഈ ഒരു ആക്ട്രസിനെ നമ്മൾ പൊക്കി പറയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
ഈ വീഡിയോയിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ആക്ട്രസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ദ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു തെലുങ്കു ഫിലിമിനകത്തെ പെർഫോമൻസിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോപ്പായ സിനിമകളിൽ നിന്ന് തുടങ്ങി നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ സിനിമയിൽ വന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫിലിമിൻ്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു, മിസ്സാന്നോ അങ്ങനെ ഒരു ഫിലിം, ഒരു ഗ്യാങ്സ്റ്റർ വൈബുള്ള പോലത്തെ ഒരു സംഭവമാണ് ഫീൽ ചെയ്തത്. അതായത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീസർ. അതിൽ എങ്ങനെയാണ് ക്യാരക്ടർ എന്നുള്ളത് അറിയില്ല. അതിന് ഒരുപക്ഷെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമായിരിക്കാം. ആ ക്യാരക്ടർ ചിലപ്പോൾ ഇപ്പം നമ്മൾ കണ്ടതുപോലെയൊന്നും ആയിരിക്കില്ല, ഭയങ്കര ഓവറായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഈ ഒരു സിനിമ ഒരു തെലുങ്ക് സിനിമയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമ ഒരു നല്ല സിനിമയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഈ സിനിമയ്ക്കകത്ത് രശ്മിക എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത്. രശ്മിക എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിനെ ഞാൻ ഇതിനു മുമ്പ് ഈ രീതി കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോ തന്നെ ഇൻറ്റൻഷൻ. നമ്മളൊരു ആക്ട്രസിനെയോ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ കുറിച്ച് നമ്മൾ ഒരു മോശം സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെ മോശമാണെന്ന രീതിയിൽ പറ്റിച്ച് ട്രോളി മെഴുകുന്ന സമയത്ത്, നല്ല സിനിമ വരുന്ന സമയത്ത് നമ്മൾ ആ നല്ല സിനിമയും ആൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ആ ഒരു സിനിമ ഒരാളുടെ കയറി കാണാൻ വേണ്ടിയത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട ആരെങ്കിലും ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുന്ന സമയത്ത് രശ്മിക ചെയ്ത മറ്റ് ട്രോൾ മെറ്റീരിയലായ സിനിമകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമ കാണുക. അപ്പോൾ ആ ഒരു ആക്ട്രസ് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ആക്ട്രസ് ആണെന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ ചെയ്ത വീഡിയോൻ്റെ ഒരു അർത്ഥവും നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു 500 പേരും കൂടെ നമ്മൾ ഈ ചാനലിലേക്ക്, ഒരു ഫാമിലിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയറിന് മുമ്പ് തന്നെ നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സന്തോഷം. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ 500 പേരിൽ ഒരാളാവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്നുള്ളതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനേക്കാൾ ഇഡിയോട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ഇറ്റ്സ് മീ അൻഷാൻ നിസാർ. ബൈ.